ഇത് പ്രവർത്തനങ്ങളൊക്കെ കണ്ടപ്പോൾ ഇവിടുന്ന് 15 ലക്ഷമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീട് വേണ്ട എന്ന് പറഞ്ഞു പോയവരൊക്കെ ഇന്ന് പൊട്ടിക്കരയുന്ന ഒരു അവസ്ഥയിലേക്കുണ്ട്. കാരണം ഇതിന്റെയൊക്കെ പ്രവൃത്തിയൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ റോഡുകളും അതേപോലെ ഡേ കെയർ സെന്ററുകൾ തുടങ്ങി കമ്മ്യൂണിറ്റി ഹെൽത്ത് ക്ലബ്ബുകൾ തുടങ്ങി അതുപോലെ അറൌണ്ട് 40 കോടി രൂപയിൽ പരം ഫണ്ടുള്ള ഒരു വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉൾപ്പെടെ ഇതിനുള്ളിൽ വരുന്നുണ്ട്. അപ്പം ഭാവിയിൽ ഇത് ഒരു സ്വയം പര്യാപ്തമായ ഒരു വില്ലേജായി ഇത് മാറും. ഇപ്പം നമുക്കറിയാം പല സംസ്ഥാനങ്ങളിൽ ഇപ്പം ഷിലോങ്ങിൽ പോയാൽ അവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജ് സ്ഥലം ചെയ്യുന്നത് ഷിലോങ്ങിലെ മേഘാലയയിലാണ്. അപ്പൊ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു പ്രത്യേക ജീവിത രീതിയുണ്ട്, അവർക്കൊരു ഡിസിപ്ലിനുണ്ട്. അതേപോലെ ഉള്ള ഒരു മാതൃകാ വില്ലേജായി ഒരു ടൌൺഷിപ്പായി ലോകത്തിന് മാതൃകയായി ഇതൊരു പ്രകാശഗോപുരമായി തലമുറകളോളം ഇത് ഉയർന്നു നിൽക്കും. കാരണം ഈ പ്രദേശം ഇനി വയനാട് അറിയപ്പെടുന്നത് ഈ ടൌൺഷിപ്പിന്റെ പേരിലായിരിക്കും. അതിന് തീർച്ചയായിട്ടും നമ്മൾ അഭിമാനിക്കേണ്ടത് അല്ല അഭിനന്ദിക്കേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സഖാവിന്റെ ദീർഘവീക്ഷണത്തെയാണ്. അത്